നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണു. വൈദ്യുതി ലൈനിൽ തട്ടി തീപിടിച്ചു. ഗതാഗതം പുനഃസ്ഥാപിച്ചു. എറണാകുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണു. ഇതേ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഏറെ നേരത്തിന് ശേഷം കോട്ടയം ഭാഗത്തേക്കും തൃശൂർ ഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമിയിലെ മരമാണ് പച്ചാളം ലൂർദ് ആശുപത്രി പരിസരത്തെ പാളത്തിലേക്ക് വീണത്. റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ തട്ടി മരത്തിന് തീപിടിച്ചു. വലിയ ശബ്ദത്തോടെയാണ് മരം ഒടിഞ്ഞു വീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ അപായമൊന്നും ഉണ്ടായിട്ടില്ല. മഴയിൽ മരം നനഞ്ഞിരുന്നതിനാൽ തീ ആളിക്കത്തിയില്ല. ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പ്രശ്നം പരിഹരിച്ച ശേഷം പിടിച്ചിട്ടിരുന്ന വേണാട്, മംഗള എക്സ്പ്രസുകൾ അടക്കം സർവീസ് പുനരാരംഭിച്ചു. യുവാവിന്റെ മൃതദേഹം ക്ഷേത്രകുളത്തിൽ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അടച്ചു. കുളം വറ്റിക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം താൽക്കാലികമായി അടച്ചു. അമ്പലപ്പുഴയിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം ക്ഷേത്രകുളത്തിൽ നിന്നും ലഭിച്ചതിന് പിന്നാലെയാണ് ക്ഷേത്രം അടച്ചത്. അമ്പലപ്പുഴ സ്വദേശി മുകേഷിന്റെ മൃതദേഹമാണ് ക്ഷേത്രകുളത്തിൽ നിന്നും കിട്ടിയത്. ഇദ്ദേഹത്തെ കാണാതായതിനു പിന്നാലെ നാട്ടുകാർ തെരച്ചിൽ നടത്തിയിരുന്നു. കേണിച്ചിറയിൽ പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. ഇനി ക്വാറന്റീൻ. ബംഗാൾ പെൺകടുവയ്ക്ക് കൂട്ടായി. വയനാട് കേണിച്ചിറയിൽ പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. 21 ദിവസത്തെ ക്വാറന്റീനും ചികിത്സയ്ക്കും ശേഷമാകും 10 വയസ്സുള്ള ആൺകടുവയെ മൃഗശാലയിലെ കൂട്ടിലേക്ക് മാറ്റുക. ഇതോടെ മൃഗശാലയിലെ ബംഗാൾ പെൺകടുവയ്ക്ക് കൂട്ടായി. 14 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ പ്രത്യേകം സജ്ജീകരിച്ച അനിമൽ ആംബുലൻസിൽ തോൽപ്പെട്ടി 17 തിരുവനന്തപുരത്തെത്തി. ചെയ്തലം റേഞ്ച് ഓഫീസറുടെ മേൽനോട്ടത്തിലായിരുന്നു യാത്ര. യാത്രയിൽ ശാന്തനായിരുന്നു. മൃഗശാലയിൽ എത്തിച്ച് കൂട്ടിലേക്ക് കയറ്റുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ശൗര്യം വീണ്ടെടുത്തു. പിന്നെ പതുങ്ങി. ഇനി 21 ദിവസം നീണ്ട ക്വാറന്റൈൻ. ചെറിയ ക്ഷീണവും നടക്കാൻ പ്രയാസവും ഉണ്ടെങ്കിലും ആരോഗ്യവാനാണ്. തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറ്, 2 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറ്, 2 പേർക്ക് പരിക്ക്. 2 പേരുടെയും കൈകൾക്കാണ് പരിക്കേറ്റത്. ആക്രമണം നെഹ്റു ജംഗ്ഷന് സമീപം. ബോംബെറിഞ്ഞത് ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘം. പരിക്കേറ്റത് നെഹ്റു ജംഗ്ഷൻ സ്വദേശികളായ അഖിൽ, വിവേക് എന്നിവർക്ക്. അപകടത്തിൽ നിന്നും ഒരു നാടിനെ രക്ഷിച്ച 2ാം ക്ലാസ്സുകാരൻ ഋത്തിക്കിനെ കാണാൻ മന്ത്രി നേരിട്ടെത്തി. ഒടിഞ്ഞു വീണ പോസ്റ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതായി KCB ഓഫീസിൽ വിളിച്ചു പറഞ്ഞ കുഞ്ഞുമിന്നൽ മുരളി ഋത്തിക്കിനെ കാണാൻ മന്ത്രി നേരിട്ടെത്തി. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് ഋത്തിക്കിനെ അഭിനന്ദിക്കാൻ നേരിട്ടെത്തിയത്. പേരൂരിലെ ഋത്തിക്കിന്റെ വീട്ടിലെത്തിയ മന്ത്രി അവന്റെ ആവശ്യപ്രകാരം സ്കൂളിലും എത്തി. വൈദ്യുതി സംരക്ഷണത്തിനെ കുറിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രേംകുമാർ നൽകിയ ക്ലാസ്സാണ് ഋത്തിക്കിനെ പെട്ടെന്ന് തന്നെ ഇടപെടാൻ സഹായിച്ചതെന്നും ടീച്ചർ പറഞ്ഞു. വീടിന് മുന്നിൽ മദ്യപിച്ച് ബഹളം. ചോദ്യം ചെയ്തതിന് തിരികെ എത്തി കാർ എറിഞ്ഞ് തകർത്തു. വീടിന് മുൻപിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയവരെ ചോദ്യം ചെയ്തതിന് സംഘം തിരികെ എത്തി കാർ എറിഞ്ഞ് തകർത്തു. മാറനെല്ലൂരിലാണ് സംഭവം. മാറനെല്ലൂർ സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആരോമൽ, പ്രദീപ് ഇവരുടെ സുഹൃത്തുക്കളായ പ്രദീപ്, അഭിലാഷ് എന്നിവരുമാണ് ആക്രമണം നടത്തിയത്. അരുമാളൂർ പന്തടിക്കളം സ്വദേശി രാജന്റെ വീടിന് സമീപത്ത് നിന്നും ശനിയാഴ്ച രാത്രി 10:30 മണിയോടെയാണ് പ്രതികൾ ബിയർ കുടിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നത്. ഇത് രാജൻ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്ന് കുടുംബം പറയുന്നു.
കളിച്ചുകൊണ്ടിരിക്കെ മതിൽ തകർന്ന് ദേഹത്തേക്ക് വീണു. 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തൃശൂരിൽ 7 വയസ്സുകാരി മതിൽ തകർന്ന് ദേഹത്തേക്ക് വീണ് മരിച്ചു. മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ മഹേഷ് കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവിഭദ്രയാണ് മരിച്ചത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. പഴക്കം ചെന്ന മതിലിന്റെ താഴെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. മതിൽ അടർന്ന് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിടപ്പുമുറിയിലെ ടൈൽസിനടിയിൽ 300 കോടി. വസന്തകുമാർ നൽകിയ വിവരം മലയാളി സംഘം പുറപ്പെട്ടു. മോഷണം, അറസ്റ്റ്. മംഗളൂരുവിൽ വീട്ടുകാരെ ബന്ദികളാക്കി സ്വർണവും പണവും കവർന്ന കേസിൽ മലയാളികൾ ഉൾപ്പെടെ 10 പേർ പിടിയിൽ. മംഗളൂരു ഉള്ളേബെട്ടുവിലെ കോൺട്രാക്ടറായ പത്മനാഭ കോട്ടയന്റെ വീട്ടിലും മുഖംമൂടി ധരിച്ചെത്തിയായിരുന്നു മോഷണം. പത്മനാഭനെയും ഭാര്യയെയും കുട്ടികളെയും മാരകായുധങ്ങൾ കാട്ടി ബന്ദികളാക്കി 9 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും പണവുമാണ് കൊള്ളയടിച്ചത്. കഴിഞ്ഞ 21-ന് നടന്ന മോഷണത്തിൽ 7 മലയാളികൾ അടക്കം 10 പേർ പിടിയിലായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.